ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ ഉള്ളത് ലുബൈന കളരിയിലാണ്. ലുബൈന കളരിയുടെ അല്ലേ പ്ലേസ് പറയുകയാണെങ്കിൽ നമ്മുടെ ലുലുവിൻ്റെ ഓപ്പോസിറ്റ്, എടപ്പള്ളി ലുലുവിൻ്റെ ഓപ്പോസിറ്റാണ്. ഇവിടെ മെയിൻ ഗുരുക്കൾ പുറത്ത് പോയേക്കാണ്. ജലീലിക്ക ജലീലിക്കട എൻ്റെ മക്കളുണ്ട്, മുജിബുണ്ട്, പിന്നെ ഷൊയ്ബും ഉണ്ട്. മുജീനെ കിട്ടിയ ഷൊയ്ബ് എന്താ തിരക്കാണ് അവിടെ. ഇന്ന് ഈ എല്ലാ കൊല്ലം നടത്തുന്ന അങ്കക്കളം 2024 ഇന്നാണ് നടക്കുന്നത്. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. നമുക്ക് മുഴുവൻ കവർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാനൊരു വർക്കിൻ്റെ ഇടയിൽ ഓടി വന്നേക്കാണ്. എന്തായാലും മുജു സമയം കിട്ടണമെന്ന കാര്യങ്ങൾ കേട്ടാ ഞങ്ങൾ ഒന്ന് കവർ ചെയ്തോളാം. മുജുവിന് തിരക്കിലുണ്ട്. ഞാൻ പിടിച്ചു നിർത്തി ഇത്ര എടുപ്പിച്ചാണ്, കാരണം നിങ്ങൾ പിന്നെ ഈ അങ്കക്കളരി എല്ലാ കൊല്ലം നടത്താറുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണ നടത്തണതിൽ എന്തൊക്കെ എന്താണ് മത്സരങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കൊരു അറിവ് കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നത്. ചുവടുകൾ പലതരമുണ്ട്. ആ ചുവടുകൾ വെക്കണതാണ് അപ്പുറത്തെ സൈഡിൽ, ലൈൻ്റെ അപ്പുറത്ത് കാണുന്നത്. അതിൻ്റെ ഒരു മത്സരം നടക്കേണ്ട. അതുപോലെ ഇപ്പുറത്ത് വടി കൊണ്ടുള്ള വടി വീശൽ, വടി ഫൈറ്റ്, ആ മത്സരങ്ങളുണ്ട്. അതുപോലെ വെറും കൈ പ്രയോഗത്തിലുള്ള തട മത്സരമൊക്കെ ഉണ്ട്, കുറേ വരും. അതായത് നമുക്ക് എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാനൊരു വർക്കിനിടയിൽ ഇറങ്ങിപ്പോകുന്നതെങ്ങനെയാണെന്ന് പറയുന്നത്. അത് വിളിക്കുമ്പോഴേക്കും എനിക്ക് റിട്ടേൺ ചെല്ലണ്ടാണ്. അപ്പോൾ എന്തായാലും കാണിക്കാൻ പറ്റുന്നത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നേരിട്ട് കാണുക. അതല്ല എനിക്ക് ഇവരുടെ വീഡിയോ സ്റ്റാർട്ടിങ് കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് വർക്കിനിടയിലാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാനൊരു ഉള്ള ടൈമിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു അറിവ് ഷെയർ ചെയ്യാം. കുറച്ച് കളരി അഭ്യസിച്ചവർക്കും അല്ലെങ്കിൽ മക്കളെ കളരിയിലൂടെമാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കൂടിയാണ് എനിക്കൊരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ എന്താണ് പറയുക, ഇങ്ങനൊരു കളരി അവിടെ നമ്മുടെ എടപ്പള്ളി ഭാഗത്ത് ഉണ്ട്. അവർക്ക് പല ബ്രാഞ്ചസും ഉണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കട്ടെ. ഇവിടുത്തെ മെയിൻ ഗുരുക്കൾ തന്നെ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അതുകൂടി ആ ഒരു വിവരം കൂടിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുപോലെ ഇന്ന് ഈ മത്സരാർത്ഥികൾക്ക് ഇവിടെ കൊടുക്കാൻ മറ്റുമാണ് അതുകൂടി കാണിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ജലീലിക്കട. ഒരു മോനും കൂടി ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. അതെ, ആ മോനെ അങ്ങനെയല്ല, ഇവിടുത്തെ കളരി ആശാനാണ്, അങ്ങനെ വേണം പറയാൻ. അച്ഛൻ്റെ മകൻ, അത് കൊച്ചാശാന്മാർ. അപ്പം എന്തായാലും പരിപാടി നടക്കട്ടെ. ഹായ്, അപ്പോൾ ഞാൻ നിങ്ങളോട് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ ലുബൈന കളരിയിലാണുള്ളത്, എടപ്പള്ളിയിലുള്ള. അപ്പോൾ മെയിൻ ഗുരുക്കളെ കാണിക്കാണ്ട് നമ്മുടെ ഈ വീഡിയോ പോയാൽ അത് ഭയങ്കര മോശമായിരിക്കും. അപ്പോൾ ഗുരുക്കൾ പള്ളിയിൽ പോയേക്കണായിരുന്നു. എന്തായാലും ഗുരുക്കൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ജലീൽക്ക കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കാണികൾക്ക് വേണ്ടി ചോദിക്കണായിരുന്നു. ഇന്ന് നടക്കണ പരിപാടി എല്ലാ കൊല്ലം നടത്തണമല്ലേ
ഇപ്പോൾ നമ്മൾ 3 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ വാർഷികത്തിനും കൂടിയാണ് 65ാമത്തെ വാർഷികം പാപ്പ കളി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ളത്. പാപ്പയുടെ കാലഘട്ടം മുമ്പുള്ളെങ്കിലും അത് എന്നൊരു വാർഷികത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായില്ല. ഇപ്പോൾ ഈ 3 വർഷമായിട്ട് തുടർച്ചയായിട്ട് നമ്മൾ വാർഷികം നടത്തുന്നത്. അതിൻ്റെ ഒപ്പം നമ്മുടെ എല്ലാ 5-6 ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിലെല്ലാ പിള്ളേരിനും ഒന്നിച്ചു കൂട്ടി അവർക്കൊരു പ്രത്യേക ട്രെയിനിങ് കൊടുക്കണമാതിരി ഒരു മത്സരം വെക്കുക. തമ്മിൽ പുറത്തുനിന്ന് ആരും ഉണ്ടാവില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നടക്കുന്ന മത്സരങ്ങൾ ഇപ്പോൾ കുറച്ച് ഞാൻ വീഡിയോ എടുത്തിരുന്നു. ഇപ്പോൾ മറ്റേ എന്താ പറയുക, ചുവടുകളും പിന്നെ വടിയും അത് മാത്രമാണ്. ആ ചെറിയ കുഞ്ഞു പിള്ളേരാണ് കൂടുതൽ നമുക്കുള്ളത്. ഇപ്പോൾ സീനിയേഴ്സ് ഒന്നും പറയാനില്ല. അങ്ങനെ സീനിയേഴ്സ് അല്ല, വാളം പരിചയ പരിപാടിയൊന്നുമില്ല. വടി വരക്കുള്ളത്, കുറച്ച് ചുവടുകൾ, കുറച്ച് കാലുകൾ, പിള്ളേരുടെ ഒരു എക്സസൈസുമാരെ എടുത്തിട്ട് പിന്നെ ഒരു വടിക്കടിക്കാനോ വടി ഇറക്കാനൊക്കെ പഠിച്ചു വരുന്ന പിള്ളേരുടെ ഇപ്പോൾ പുതിയ പിള്ളേരുടെ പഴയ പിള്ളേരൊന്നുമില്ല അതിനകത്ത്. അങ്ങനെയാണ് ഇപ്പോൾ മത്സരം 3 കൊല്ലമായിട്ട് അങ്ങനെ നടത്തുന്നത്. പിന്നെ നമ്മൾ പലപ്പോഴും ലുബൈന കളരിയുടെ ഒരു നല്ലൊരു വീഡിയോ നിങ്ങൾ കാണാൻ എന്താ പറയുക, നിങ്ങൾ കാണേണ്ടതായിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യണമെന്നുണ്ട്. എന്തായാലും അടുത്തൊരു ദിവസങ്ങളിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. വർഷങ്ങളായിരിക്കണം ഞങ്ങൾ പറഞ്ഞു നീണ്ടു പോണത്. എന്നാലും ഇന്നത് ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം ഇന്ന് എല്ലാവരും ഇവിടെ തിരക്കാണ്. അത് മറ്റൊരു അവസരത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ലുബൈന കളരിയുടെ ടൈമിംഗ് ഒന്ന് പറഞ്ഞേക്കാം. ലുബൈന കളരിയുടെ ഇവിടെ ക്ലാസ് പറഞ്ഞാൽ എടപ്പള്ളിത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കാലത്ത് 6 മണി മുതൽ ബാച്ച് തുടങ്ങുന്നതാണ്. 6 to 7, 7 to 8, 8 to 9, 9 to 10, 4 ബാച്ച്. വൈകിട്ടാണെങ്കിൽ വൈകിട്ട് ഒരു 6:30 മുതൽ 8 മണി വരെ ഒരു ബാച്ചും 8 to 9 ഒരു ബാച്ചും, 2 ബാച്ചാണ്. ഈ 6:30 മുതൽ പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ്സാണ്. 5 വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾക്കുള്ളതാണ്. അതാണ് ഇവിടുത്തെ ടൈം. സൺഡേ, ഞായറാഴ്ച, തിങ്കൾ മുതൽ വെള്ളി വരെ. ശനിയും ഞായറും പറഞ്ഞാൽ നമ്മളത് ശനി നിർബന്ധിക്കൂല. ശനിയാഴ്ച ക്ലാസ് ഉണ്ട്. കാലത്ത് 7 to 8 പിള്ളേർ ക്ലാസ് ഉണ്ട്. അവിടെ നമ്മൾ നിർബന്ധിക്കൂല, ട്യൂഷനൊക്കെ ഉള്ള കാരണം. പിന്നെ എടപ്പള്ളിയിലല്ലാണ്ട് പിന്നെ എവിടെയാണ് ക്ലാസ്? എടപ്പള്ളിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റീജിയണൽ സ്പോർട്സ് സെന്റർ കടവന്തറ സ്പോർട്സ് സെന്ററിനകത്ത്. പിന്നെ കാക്കനാടാണ് പിന്നെ 2 ക്ലാസ്സുള്ളത്. ഒന്ന് നാട്യദർപ്പണ, ഒരു ഡാൻസ് സ്കൂളാണ് നമ്മുടെ സിവിൽ സ്റ്റേഷൻ്റെ പുറകിലായിട്ട്. പിന്നെ ഇൻഫോ പാർക്കിൽ ഒരു ക്ലാസ്. അതുകൂടാതെ കൊങ്ങർപ്പള്ളിയിൽ ഇപ്പോൾ ഒരു ക്ലാസ്. ഇപ്പോൾ അത്ര ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ. ടൈമിംഗ് ആണ് വ്യത്യാസമുണ്ട്. അവിടെ നമ്മുടെ ശിഷ്യന്മാരെ വിട്ടിട്ട് അവരെ പഠിപ്പിക്കുന്നത് അവിടെ. അത് കുഴപ്പമില്ല. എടപ്പള്ളിയിലെ കാര്യവും നമ്മൾ പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലാണ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചെറിയ നമ്പർ കൊടുക്കുന്നുണ്ട്. വിളിച്ച് കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ ഇന്നിപ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാനെന്നുള്ള കേട്ടോ. ആ കൂട്ടത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, നേരെ മറിച്ച് ഇന്ന് ഇവിടെ നടക്കുന്ന മത്സരത്തിൻ്റെ കുറച്ച് വിഷ്വൽസ് നിങ്ങളെ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നതാണ്. അപ്പോൾ നന്ദിയുണ്ട്. നമസ്കാരം എല്ലാവർക്കും. കാണാം.
ഇത് ഹലോ. അത് വെറുതെ ഉള്ളതാണ് ഇടയ്ക്കുള്ളതാണ് അല്ലേ? അയ്യോ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ആ അതെ അതെ കാറ്റിരിക്കുന്നത് ആ പൂച്ചക്കുണ്ടല്ല അവിടെ നല്ല ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തേക്കണേ ഓരോ മീറ്റർ ഡിസ്റ്റൻസ് ഇട്ട് അതായത് ആ പൂച്ച അവിടെ കഴിച്ച് ഇവിടെ വരെ എത്തുന്നതാണ്. ആ മനസ്സിലായി. അതെ അതെ വരുമോ പൂച്ച? ആ വരും 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 നോക്കിയിരുന്നു കേട്ടോ ഇപ്പോൾ വരും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നത് നമ്മുടെ കുറേ വിഷലൊക്കെ എടുത്തത് ഇവൻട്ട അല്ലേ ഇന്നത്തെ അല്ലേ? എടാ നിനക്ക് വേറെ പറയാനുണ്ടോ? ഒന്നുമില്ല ഒന്നും പറയണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം അല്ലേ? അപ്പോൾ ഇവിടെ പണിയാണ് കൊണ്ടിരിക്കുന്നത്. പൂച്ച വരുമോ? പൂച്ച അങ്ങോട്ടാണല്ലോ പോണത്. ഇപ്പം മതലിൻ്റെ മേളിലെത്തിയല്ലോ. അതെ നോക്കൂ മഞ്ഞില്ല പേടിച്ചിട്ടായിരിക്കുള്ളൂ. അതെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അല്ലേ?